മാഹിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എ ദിനേശിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബസംഗമം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മാഹി വളവിൽ കടപ്പുറത്ത് നടന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. എല്ലാവരും തുല്യര് തന്നെയായിരിക്കും. ഏകീകൃത സിവിൽ കോഡ് വരും. ഇതിനു മുമ്പ് വഖഫ് അമെൻമെന്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ പ്രമേയം പാസാക്കി. അത് മുനമ്പത്ത് സഹോദരങ്ങൾ അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ 4-ാം തീയതി 5-ാം തീയതിയുമായിട്ട് കണ്ടു. ആ പ്രമേയത്തിന് പുല്ലുവില പോലും ഉണ്ടായില്ല. CAA വന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സഹോദരങ്ങളായി നിങ്ങളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഏതെങ്കിലും മുസൽമാന്റെ കുടുംബത്തിന് ഇവിടുന്ന് അടിച്ചിറക്കപ്പെടും എന്ന് പറയുന്ന ഭീഷണി ഉണ്ടായിരുന്നു? ആരെങ്കിലും ഇവിടെ നിന്ന് അടിച്ചിറക്കിയ? എന്തൊക്കെ ദുഷിച്ച കഥകളാണ് ആ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു പരത്തിയത്. ഇപ്പോഴും വീമ്പറക്കുന്നുണ്ട്. CAA ഞങ്ങൾ നടപ്പിലാക്കിയില്ല. നിങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. ഇതിലൊക്കെ അവര് വേദിയിൽ ചർച്ചയായാൽ വിഷയമാകും എന്നറിയാം. മുത്തലാഖ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകളെ അവരുടെ അടിസ്ഥാന അവകാശം അതിനെ കടയ്ക്ക് കത്തിവെച്ച് കൊണ്ടുപോയിരുന്ന ഒരു സംവിധാനത്തിന് ഒടുക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. ചോദ്യം ചെയ്യാനൊക്കെ അങ്ങ് പോയി. ഉന്നത കോടതി തലക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു. ആണോ? അപ്പൊ മനുഷ്യ നന്മയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? യൂണിഫോം സിവിൽ കോഡും ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ അത് പക്ഷെ ഹിന്ദു സമുദായത്തിലെ വിഭാഗങ്ങൾക്കും അതിൻ്റെ തലോടലുണ്ടാവും. ക്രിസ്തീയർക്ക് വേണ്ടി മേരി റോയ് എന്ന് പറയുന്ന ഒരമ്മയുണ്ടായിരുന്നു കോട്ടയത്ത്. ഒറ്റയാൾ പട്ടാളമായി പൊരുതി ആ അവകാശം നേടിയെടുത്ത് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ഒരു ഉരുക്ക് വനിത ഒരു സമുദായത്തിനുണ്ടായിരുന്നുവെങ്കിൽ അത് മിസ്സസ് മേരി റോയ് ആണ്. കോട്ടയത്തെ പള്ളിക്കൂടം സ്കൂളൊക്കെ തുടങ്ങി വെച്ച അമ്മയാണ്. ഒരു ദൈവിക ജന്മമാണ്. അതിന്ന് ഇന്ത്യയിലെ ഇതര സമുദായങ്ങളിലെ ഒരിക്കലും ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഒരു ചിന്തയിൽ വരികയോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, അദ്ദേഹത്തിന്റെ മായക്കാഴ്ചകളിൽ പോലും അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ഒരു സമ്പ്രദായം, അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ടെങ്കിൽ ആ സമ്പ്രദായങ്ങൾ ഒടുക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയുന്നു, ഇസ്ലാം മതവിശ്വാസികളായ പെൺ സന്താനങ്ങളെയാണ് യൂണിഫോം സിവിൽ കോഡ് ഏറ്റവും വലിയ തരത്തിൽ തലോടാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഈ സൂചിപ്പിച്ച് റോഡ് വേണ്ട, ട്രെയിനിൽ പോകാം എന്ന് വിചാരിച്ചിടത്തുന്നു വാജ്പേയി സർക്കാരിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ O രാജഗോപാലാണ് വിപ്ലവകരമായ മാറ്റം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള, കണ്ണൂർ കഴിഞ്ഞ് പിന്നെ ഒരു ഗേറ്റ് കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 8 റെയിൽവേ ഗേറ്റുകൾക്ക് റെയിൽവേ ഓവർബ്രിഡ്ജ് ROB എന്ന് പറയുന്ന സംവിധാനം ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ച് അതിൻ്റെ പണി തുടങ്ങിയതും അതിലേതാണ്ട് 75% 2004 ആ ഗവൺമെൻറ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി അവരുടെ യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിതമാക്കിയത്. ഈ വിപ്ലവം നടന്നത് ഒരു സംഘ പ്രവർത്തകന്റെ ഭാരതത്തിൻ്റെ ഭരണ ദണ്ഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയ്ക്കുമ്പോഴാണ് ഇത് നടപ്പിലായത്.
മണ്ഡലം പ്രസിഡന്റ് പി പ്രബീഷ് കുമാർ, സ്ഥാനാർത്ഥി എ ദിനേശൻ, കെ പി മനോജ്, മഗ്നേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. ദുരൈ ഗണേഷ്, അഡ്വക്കേറ്റ് കെ ജ്യോതിരാജ്, കെ എം ത്രിജേഷ്, ഒ പി ശിവദാസൻ, ഞള്ളി പ്രദീപൻ എന്നിവരോടൊപ്പം ബൂത്ത് പ്രസിഡന്റുമാരായ വി കെ സുധ, കെ വി ജയകുമാർ, പി കെ ജയൻ, കെ അനശ്വർ, പി സുന്ദരൻ, കെ പ്രേമൻ, ഒ സി വിനോദ്, അഭിലാഷ് എന്നിവരും സന്നിഹിതരായി. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.